നമസ്കാരം. പ്രധാന വാർത്തകൾ. സമ്പൽ ഷാഹി മസ്ജിദ് സർവേ ഉത്തരവ് ശരിവെച്ച അലഹബാദ് ഹൈക്കോടതി. സർവേ ചോദ്യം ചെയ്ത മസ്ജിദ് കമ്മിറ്റി നൽകിയ ഹർജി തള്ളി. വിചാരണ കോടതി ഉത്തരവിൽ ഒരു പ്രശ്നവുമില്ലെന്ന് അലഹബാദ് കോടതി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ നവംബറിൽ സർവേക്കിടെയുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. പുരാതന ഹിന്ദു ക്ഷേത്രമായ ഹരിഹർ മന്ദിർ തകർത്താണ് മുഗൾ കാലഘട്ടത്തിൽ പള്ളി നിർമ്മിച്ചതെന്ന ഹിന്ദുത്വ സംഘടനകളുടെ അവകാശവാദത്തെ തുടർന്നാണ് തർക്കം രൂപപ്പെട്ടത്. പിന്നീട് സംഭൽ കോടതി സർവേക്ക് ഉത്തരവിടുകയായിരുന്നു. കോടതി വിധി വന്ന മണിക്കൂറുകൾക്കകം തന്നെ മസ്ജിദിൽ പ്രാഥമിക സർവേ നടത്തി. തുടർന്ന് നവംബർ 24-നും മസ്ജിദിൽ സർവേ നടത്തി. 24-നുണ്ടായ സർവേയുടെ തുടക്കം മുതൽ ഉദ്യോഗസ്ഥ സംഘം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഏതുപാധിയും അംഗീകരിക്കാൻ തയ്യാർ. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ബെയിലിൻദാസിന് ജാമ്യം അനുവദിച്ച കോടതി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയിലിൻദാസിന് ജാമ്യം അനുവദിച്ചത്. കോടതി നൽകുന്ന ഏതുപാധിയും അംഗീകരിക്കാമെന്ന ബെയിലിൻദാസിന്റെ വാദം അറിയിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഗൗരവമുള്ള കുറ്റം ചെയ്ത പ്രതിക്ക് ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കേസിലെ സാക്ഷികൾ പ്രതിയുടെ ഓഫീസിലെ അഭിഭാഷകരും ജീവനക്കാരുമാണ്. പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ ഇടയുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ജൂനിയർ അഭിഭാഷകയാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും ഓഫീസിനുള്ളിൽ നടന്ന നിസ്സാര സംഭവത്തെ പർവ്വതീകരിക്കുകയാണെന്നും പ്രതിഭാഗം വാദിച്ചു. കൊല്ലം ചടയമംഗലത്ത് വീട്ടുമുറ്റത്ത് നിന്ന് ചന്ദനമരം മോഷ്ടിച്ചു കടത്തി. തേവന്നൂർ പറമ്പിൽ മാധവക്കുറുപ്പിന്റെ വീടിന് മുന്നിൽ നിന്ന് ചന്ദനമരമാണ് ഇന്ന് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും മോഷ്ടാക്കൾ തടിയുമായി കടന്നെന്ന് വീട്ടുകാർ പറയുന്നു. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരമാണ് മോഷ്ടിച്ചതെന്ന് ഗൃഹനാഥനായ മാധവക്കുറുപ്പ് വ്യക്തമാക്കി. മരം മുറിച്ച ശേഷം വീടിന്റെ പിറകുവശം വഴിയാണ് കടത്തിയതെന്നാണ് നിഗമനം. വീട്ടുകാർ ചടയമംഗലം പോലീസിൽ പരാതി നൽകി. കാറിനുള്ളിൽ കുടുങ്ങിയ 4 കുട്ടികൾ ശ്വാസം മുട്ടി മരിച്ചു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിൽ കുടുങ്ങിയ 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ പുറത്തിറങ്ങിയ കുട്ടികൾ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കയറുകയും അബദ്ധത്തിൽ കാർ ലോക്കാവുകയുമായിരുന്നു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് സംഭവം. കുട്ടികളെ ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ നടത്തിയ തിരച്ചിലാണ് കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉദയ്, ചാരുമതി, കരിഷ്മ, മാനസു എന്നിവരാണ് മരിച്ചത്. ചാരുമതിയും കരിഷ്മയും സഹോദരിമാരായിരുന്നു. മറ്റു 2 കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളും. ഇലത്താള കലാകാരൻ കീനൂർ മണികണ്ഠൻ വാഹനാപകടത്തിൽ മരിച്ചു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഭാഗമായിരുന്ന കലാകാരനാണ്. നായരങ്ങാടി സ്വദേശിയാണ്. കല്ലൂർപ്പാടം വഴിയിലാണ് അപകടം. സ്കൂട്ടർ മറിഞ്ഞ റോഡരികിൽ ചലനമറ്റ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് തൃശൂരിന്റെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല.